കാസർഗോഡിലേക്കാണ് നമ്മൾ അടുത്ത വാർത്ത. കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം ഉയരുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിക്കൊടുവിൽ പ്രതി പിടിയിലായി. നീലേശ്വരം പങ്കളം സ്വദേശി PV രതീഷാണ് കസ്റ്റഡിയിലായത്. ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും രാത്രിയോടെ 112 നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, എത്ര മണിക്കൂറുകൂടിയാണ് ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത്? സ്വാഭാവികമായിട്ടും ഇതുപോലൊരു കോൾ വരുമ്പോഴേക്കും പരിഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്. ഈ പ്രതി എവിടെ വെച്ചാണ് പിടികൂടിയത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരി, റെയിൽവേ പോലീസിനെയും RPF-നെയും അതുപോലെ തന്നെ യാത്രക്കാരെയും ഒരുപോലെ പരിഭ്രാന്തിലാഴ്ത്തിയ മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി കടന്നുപോയത്. അതായത് രാത്രിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. പിന്നീട് ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസ് നായയും ട്രെയിനുകളിൽ വ്യാപകമായ പരിശോധന നടത്തുകയായിരുന്നു. അതായത് ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ്, അതോടൊപ്പം ഈ കാസർഗോഡ് റെയിൽവേ പോലീസിലേക്കുമാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം വന്നത്. അരി സൂചിപ്പിച്ചതുപോലെ തന്നെ 112 എന്ന നമ്പറിലേക്കാണ് ഇത്തരത്തിൽ ഒരു കോൾ വരുന്നത്. ഏതായാലും ഇത് തുടർന്ന് ഈ ഫോൺ ലൊക്കേഷൻ നോക്കി പ്രതി കാഞ്ഞങ്ങാട്ടുള്ളതായി എന്തായാലും വ്യക്തമായി. പിന്നാലെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബാവുങ്കാലിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടുന്നത്. അതായത് കാഞ്ഞങ്ങാട് DYSP അനിൽകുമാർ, അതുപോലെ തന്നെ SHO ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഏതായാലും മണിക്കൂറുകൾക്കകം പ്രതിയെ പോലീസിന് മാവുങ്കാലിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കാനായി. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മലബാർ എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് CRPF-ഉം അതുപോലെ തന്നെ RPF-ഉം ഒക്കെ സംയുക്തമായി വിശദമായി പരിശോധന നടത്തി. പിന്നീട് കണ്ണൂർ ഭാഗത്ത് നിന്ന് മംഗളൂരു വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയം വിശദമായ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പരിശോധനയിൽ ബോംബോ മറ്റു സംശയാസ്പദമായ വസ്തുക്കളോ ഒന്നും കണ്ടെത്താനായില്ല. ഇതിൽ ഈ പ്രതി പറയുന്നത് ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ വഴി ചോദിച്ചെന്നും ഈ സ്ത്രീകളുടെ കൈവശം ബോംബുള്ളതായി കരുതി പോലീസിനെ വിളിച്ചതാണെന്നുമാണ് ഈ പ്രതി മൊഴി നൽകിയത്. എന്നാൽ ഈ പ്രതി മനഃപൂർവ്വം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബോംബ് ഭീഷണി സന്ദേശം നൽകിയെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും നേരത്തെയൊക്കെ ഈ ട്രെയിൻ അട്ടിമറി, അതായത് റെയിൽവേ പാളയത്തിൽ സിമെന്റ് അതുപോലെ കല്ലുകൾ നിരത്തി ട്രെയിൻ അട്ടിമറി ശ്രമം ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ട്രെയിനുകളിൽ നേരെ കല്ലേറ് ഉണ്ടാകുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുള്ള ഭീഷണി സന്ദേശം ആദ്യമായാണ് ഇങ്ങനെ എത്തുന്നത്. വലിയ പരിഭ്രാന്തിക്കാണ് ഇടയാക്കിയത്. മാത്രമല്ല ട്രെയിനുകളിലൊക്കെ നിർത്തിയിട്ട് പരിശോധന നടത്തുന്ന സാഹചര്യം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി. ഏതായാലും ഈ പ്രതിയെ പിടികൂടാനായിട്ടുണ്ട്. പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ മൊഴി ഇപ്പോൾ പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇയാൾ ബോധപൂർവമായി ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കിയതാണ് പറയുന്നത്. ഏതായാലും മണിക്കൂറുകളോളമാണ് ട്രെയിനുകളെല്ലാം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ട്രെയിനുകളിലെല്ലാം ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രതി ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ബൈജു, ഇയാള് ഈ മദ്യലഹരിയിൽ അങ്ങനെ എന്തെങ്കിലും ആയതായിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം ഇയാളുടെ വാദം വേറെയും പോലീസ് വിശ്വസിക്കുന്നത് വേറെയാണല്ലോ. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സ്ത്രീകൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ജാർഖണ്ഡിലുള്ള സ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ വഴി ചോദിക്കുകയും സംശയാസ്പദമായ ഒരു വസ്തു ഇവരുടെ കയ്യിലുണ്ടായി. അങ്ങനെയാണ് പോലീസിലേക്ക് 112ലേക്ക് ഇങ്ങനെ ഒരു സന്ദേശം നൽകിയെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അതല്ല, ബോധപൂർവമായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇയാളുടെ ഭാഗത്തുണ്ടായെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇയാൾക്കുണ്ടോ എന്നതും വിശദമായ അന്വേഷണം നടത്തുന്നത്. കാഞ്ഞങ്ങാട് DYSP-യുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളിപ്പോൾ ഏതായാലും മണിക്കൂറുകൾക്ക് തന്നെ ഇയാൾ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം അത്രത്തോളം പരിഭ്രാന്തിയാണ് ഈ ഒരു സംഭവം ഇടയാക്കിയത്. ട്രെയിനുകളെല്ലാം പിടിച്ചിട്ട് വലിയ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ബോംബ് വെച്ചിട്ടുള്ള ഒക്കെ ഭീഷണി സന്ദേശം വന്നെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന രാത്രി കാലത്ത് യാത്ര ചെയ്യുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ ഒന്നിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഇയാളുടെ ഈ ഭീഷണി സന്ദേശം വന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കി. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മംഗളൂരുവിനും കണ്ണൂരിനും ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെല്ലാം പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള ഭാഗവും നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ പ്രതി ഏതായാലും മാവുങ്കാലിൽ വെച്ച് ഇങ്ങനെ പിടികൂടിയത് ഇവർ പോലീസിനെ സംബന്ധിച്ചുള്ള ആശ്വാസം. ഏതായാലും ഇയാൾ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും കാരണം ഇതിന് പുറകിലുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റെന്തെങ്കിലും കാരണം ഈ ഫോൺ കോൾ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.